നിങ്ങൾ ലാസ്റ്റ് വരെ കാണാം. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് യൂസ് ഉണ്ടാവും. സോ നിങ്ങൾ എന്തായാലും ലാസ്റ്റ് വരെ കാണുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാംസ് ഒക്കെ ഇങ്ങനെ വരവായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ചുറ്റും നിന്ന് ചിലപ്പോൾ നിങ്ങളെ പ്രഷറൈസ് ചെയ്യുന്നൊക്കെ ഉണ്ടാവും. സോ മിസ് അങ്ങനെ നിങ്ങളെ പ്രഷറൈസ് ചെയ്യാനല്ല ഇവിടെ വന്നിട്ടുള്ളത്, നിങ്ങളെ ഒന്ന് കോൺഫിഡൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് വേണ്ട, നമുക്ക് പ്രഷേഴ്സ് ഒന്നും വേണ്ട, നമുക്ക് നല്ല കൂളായിട്ട് പോയിട്ട് എക്സാം എഴുതി ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ട് തിരിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് മാർക്സ് വാങ്ങിച്ചിട്ട് നമുക്ക് തിരിച്ചു തരാം. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ ആരും എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ കൂളായിട്ട് എഴുതാൻ പോവാണ്. കാരണം നമ്മൾ എന്താണ്, എക്സാം വിന്നർ ഫാമിലിയാണ്. സോ നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, നമ്മളെപ്പോഴും കൂളാണ് അല്ലേ. യെസ്, അപ്പോൾ നമുക്ക് ക്രിസ്മസ് എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി നോക്കുന്ന സമയത്ത് കഷ്ടി 1 മാസമാണുള്ളൂ. അങ്ങനെയാണോ നമ്മൾ പറയേണ്ടത്? അല്ല, നമ്മളെങ്ങനെ പറയണം, നമ്മുടെ കയ്യിൽ ഇനിയും 1 മാസം ഉണ്ട് അല്ലേ. അപ്പോൾ ആ 1 മാസം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ എല്ലാവരും നമ്മുടെ എക്സാം വിന്നർ ഫോളോ ചെയ്യുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ ഒരുവിധം ഇപ്പോൾ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും പാർട്ടായിട്ടൊക്കെ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഇനിയുള്ള സമയം ആ ചാപ്റ്റേഴ്സ്, നമുക്കറിയാം ക്രിസ്മസ് എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഏകദേശം ഉണ്ടാവാന്നൊരു ഒരു പിടുത്തം നമുക്കുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് നന്നായിട്ട് ഒന്ന് റിവൈസ് ചെയ്യാനുള്ള രീതിക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി എത്ര ദിവസമുണ്ട് എന്ന് നമ്മൾ നോക്കുക. അതായത് നമുക്ക് 30 days ആണ് ഉള്ളതെങ്കിൽ ഓക്കെ, ആ ഒരു 30 daysന് നമ്മൾ എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം. കറക്റ്റായിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പ്ലാൻ ചെയ്യാം. അതിനകത്ത് നിങ്ങൾ എത്രത്തോളം തീർക്കുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട, കള്ളപ്പണിയും കാണിക്കണ്ട. ഓക്കെ, അപ്പോൾ ഒരു 4 ദിവസം നിങ്ങളൊരു സബ്ജക്റ്റിന് വെച്ചു എന്നാണെങ്കിൽ ആ 4 ദിവസത്തിൽ നിങ്ങളെ കൊണ്ട് എത്ര തീർക്കാൻ പറ്റുമോ അത്ര നിങ്ങൾ തീർത്താൽ മതി. ഓക്കെ, അത് പക്ഷെ എന്തായിരിക്കണം, നമ്മൾ ഓണസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. സോ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ റിവിഷൻ ആണ് അല്ലേ. ഇപ്പോൾ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പഠിക്കുന്ന ഒരു സംഭവം, ഓക്കെ, പഠിക്കുന്ന ഒരു ടോപ്പിക്ക് നമ്മുടെ തലയിൽ ഇങ്ങനെ ഫുൾ എപ്പോൾ ആലോചിച്ചാലും ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു സംഭവം നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം അല്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ റിവിഷൻ ഇസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമ്മൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കണം. സോ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. സോ എങ്ങനെയാണ് എന്ത് ചെയ്താലാണ് നമുക്ക് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിനർ ഫാമിലി അടിപൊളി ഒരു ഈവന്റ് ആയിട്ട് വരുന്നുണ്ട്. നാളെ സൺഡേ കറക്റ്റ് ഇതായി താഴെ കാണുന്ന സമയത്ത്. സോ നമ്മുടെ ചാനലിലേക്ക് ഓക്കെ, കറക്റ്റ് സമയത്ത് നമ്മുടെ 7ാം ക്ലാസ്സിന്റെ അടിപൊളി എക്സാമിനർ ചാനലിലേക്ക് കറക്റ്റ് സമയത്ത് നിങ്ങൾ എല്ലാവരും വരിക. നമ്മളിതാ അടിപൊളിയായിട്ട് തുടങ്ങാൻ പോവാണ്. നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് കൂളായിട്ട് എക്സാം എഴുതാൻ പോവാണ്.